ഹലോ, മുണ്ടൂർ പോസ്റ്റ് ഓഫീസ്. ടെലഗ്രാമോ? ആ പറയൂ. ടു പത്മനാഭൻ മാസ്റ്റർ, താഴത്തെ വീട്, മുണ്ടൂർ PO. ആ മെസ്സേജ്. എന്റെ ഈശ്വര, നേരാണോ മാഷെ? അതേ ദേവകി. മാഷെ, ഇത് ഉണ്ണിയുടെ വിവരം തന്നെയാണോ? അതെ, നമ്മുടെ ഉണ്ണി നാഗപട്ടണത്തുണ്ടെന്ന്. ടെലഗ്രാം അടിച്ചത് ആരാ? പൗരസമിതിക്കാരാ. ആരെങ്കിലും പോയി ഒരു വണ്ടി വിളിച്ചോണ്ട് വരുവേൻ. മാഷെ, നമ്മൾ ഈ നിമിഷം പുറപ്പെടുന്നു നാഗപട്ടണത്തെ. വേഗം പുറപ്പെട്ടുള്ളൂ. സഹോദരൻ തമ്പി, പൗരസമിതിക്ക് പോറ വഴി ഏത്? எந்த பௌரசமிதி? കേരള പൗരസമിതി. ஓ, கேரளா பௌரசமிதியா? ஃபர்ஸ்ட் ரைட்ல போங்க, அப்புறம் செகண்ட் லெஃப்ட், மாரியம்மன் கோயில் பக்கத்துல. வணக்கம். சரி. അച്ചോ, ഇത് തന്നെ ഓട്. മുണ്ടൂരിൽ നിന്ന് മാഷ് താനേ? ഞാൻ താ അടിച്ചത്. കമ്പി അടിച്ചതാ சொன்னது. കമ്പി കൊണ്ട് കാണിക്കുന്നത് എനിക്ക് കോംപ്രമൈസ് ഇല്ല. അവൻ ടെലിഗ്രാം അടിച്ചു എന്നാ പറഞ്ഞത്. സാരമില്ല അണ്ണാച്ചി, ഒരബദ്ധം പറ്റിയതാണ്. പൗരസമിതി സെക്രട്ടറി അഴകപ്പൻ, അഴകേശൻ താനേ? അവരുള്ള ഇരിക്കാറ്. വാങ്ങോ. അന്വേഷിപ്പിൻ, കണ്ടെത്തുമെന്നല്ലേ. ஐயா, முண்டூரில் இருந்து மாஷ் வந்திருக்கு. தெரியும்டா. வாங்க சார். வணக்கம் சார். வணக்கம். உட்காருங்க. வாங்க. உட்காருங்க சார். வாங்க. வாங்க. உட்காருங்க சார். உட்கார. ஆமா, நீங்க ഉണ്ണിയുടെ? ഞാൻ ഉണ്ണിയുടെ അച്ഛനാണ്. നമസ്കാരം. നമസ്കാരം. നീങ്ക? ഞാൻ അച്ഛനാണ്. അല്ല, ഒരാൾക്ക് രണ്ടച്ഛനോ? ഞാൻ പള്ളിയിലെ അച്ഛൻ, ഇത് പുള്ളിയുടെ അച്ഛൻ. എന്റെ മോൻ എവിടെയുണ്ടെന്ന് പറ. കഴിഞ്ഞ 6 മാസമായി കക്ഷി എന്റെ കൂടെ തന്നെ ഉണ്ട്. പരസ്യത്തിൽ പച്ച കുത്തിയിട്ടുണ്ടെന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഇത് സാറിന്റെ മോനാണെന്ന്. ചോദിച്ചപ്പോ കറക്റ്റ്. എന്നിട്ട് അവനിപ്പോ എവിടെയുണ്ട്? ആള് നമ്മുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ട്. പക്ഷേ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ചില കണക്കും കാര്യങ്ങളും ഒക്കെ. എന്താ? അതൊക്കെ നമുക്ക് ശരിയാക്കാന്ന്. നിങ്ങൾ ആളെ കാണിക്കേ. എനിക്കത് കേട്ടാ മതി. വന്നാട്ടെ. கொஞ்சம் தள்ளுங்க சார். എന്തൊക്കെ? கொஞ்சம் தள்ளுங்க சார். ഭാസ്കര, അവൻ തള്ളാൻ പറഞ്ഞ ഞാൻ തള്ളി. അണ്ണാച്ചി ക്ഷമിക്കൂ. നിങ്ങളുടെ ഭാഷയിലെ പല വാക്കുകളും അവന് തെറിയാണ്. അത് കേട്ടാൽ അവൻ അടിച്ചു പോകും. நான் என்ன பண்ணணும்? കർത്താവിന്റെ നാമത്തിൽ ബാക്കി പറയരുത്. നിങ്ങളെ കാണുമ്പോ വലിയ സന്തോഷമായി. എവിടെ ആളെവിടെ? ഇതിനകത്തുണ്ടാണ്. ഉണ്ണി, ഇതാരൊക്കെയാ വന്നിരിക്കുന്നത് നോക്കിയേ. അവിടെ ഓടിപ്പോയിട്ട കുടിക്കണം. തന്റെ മുണ്ടെന്തിയെ? ഇതുവരെ ഉണ്ടായിരുന്നല്ലോ. എന്റെ മുണ്ട എവിടെ? ഞാൻ എടുത്തിട്ടില്ല. നിങ്ങൾ പേടിക്കണ്ടേ. നിങ്ങൾക്ക് അത് മുണ്ടിലായിരിക്കും. ഞാൻ തൽക്കാലം ദൂക്കട്ടെ. അത് ഉണ്ണി കൊണ്ടുപോയതാ. അവൻ ഇപ്പൊ കൊണ്ടുവരും. എപ്പോ? ഇതെന്താ ഇങ്ങനെ? ഞാൻ പറഞ്ഞില്ലേ പേടിക്കാൻ ഒന്നുമില്ലെന്ന്. ഈ സ്റ്റാമ്പ് കളക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് ചിലർക്ക് ചില ഹോബികളുണ്ടല്ലോ. അതുപോലെ പുള്ളിക്കാരന് ചെറിയൊരു ഹോബിയുണ്ട്. മുണ്ട് കണ്ടാ പറിച്ചോണ്ട് പോകും. ഈശ്വര, ഈ ഇട്ടിരിക്കുന്ന തുണികളൊന്നും അലക്കി വിരിച്ചതല്ല. അവൻ പറിച്ചോണ്ട് വന്ന മുണ്ടുകളാ. കൈ ഇങ്ങനെ വെച്ച് നോക്കിയാ സൂക്ഷിക്കണം. ആരുടെയെങ്കിലും മുണ്ട് പോയിരിക്കും. 5-6 മാസമായിട്ട് ഞങ്ങക്ക് നല്ല പണിയാ. പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ കുറെ ചില്ലറയും ചെലവായി. സാരമില്ല, മാഷ് തരുമ്പോ അതെല്ലാം തീർന്നു കിട്ടുമല്ലോ.
ഒന്നുമില്ല മോനെ. ചെറിയൊരു ലൂസ് കോണ്ടാക്ട്. ചിലപ്പോ കൊച്ചു കുട്ടികളെ പോലെ പെരുമാറും. മോനെ, ഇതാണ് അച്ഛൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ. അത് പള്ളിയിലച്ഛൻ. ഇത് നിന്റെ അച്ഛൻ. അച്ഛാ ഉണ്ണിക്കുട്ടാ. അച്ഛാ ഇതാരാ അച്ഛാ? അയ്യോ അച്ഛാ, ദേ കണ്ട പച്ച കുത്തിയത്. അച്ഛാ പച്ച. ഈ അച്ഛൻ അച്ഛന്റെ അച്ഛനാണ് അച്ഛാ. മോനെ, അച്ഛന്റെ സിഗരറ്റ് എടുക്കാൻ ഒരു വീടി കത്തിക്കാൻ. സിഗരറ്റ് പക്ഷെ അത് സിഗരറ്റ് നിന്റെ എല്ലുണ്ടോടാ? കത്തിയുണ്ട് കത്തി. കത്തിക്കണ്ട, കത്തിക്കും ഞാൻ. അച്ഛാ ദൈവമേ, മാഷ് അവർക്ക് എത്തിയോ? നോക്കിക്കോ, ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. ഒരു വലിയ ദുരന്ത നാടകത്തിന്റെ തിരശീല മാറാൻ പോവുകയാണ്. നിക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ മംഗളമായിട്ട് കഴിഞ്ഞു. മാഷ അനുഗ്രഹിക്കുന്നു. ഉണ്ണി എന്തിയെ? മോനെ, ഇതാരാണെന്ന് നോക്ക്. ഉണ്ണി, നീ ഇറങ്ങി വന്നേ. നീ എന്നെ ഓർക്കുന്നോ? പഴയ കിച്ചൻകുട്ടി ആളാകെ മാറി. കയ്യത്തെ ദേ തമാശ, ഇവന്റെ പഴയ തമാശ ഒന്നും കളഞ്ഞിട്ടില്ല. കൃഷ്ണൻകുട്ടി, നിങ്ങൾ താലി കെട്ടി കഴിഞ്ഞ് പോവല്ലേ? കാര്യങ്ങളൊക്കെ നടന്നോട്ടെ, ഞങ്ങൾ പുറകെ എത്താം. അത് പറ്റൂല. ഉണ്ണി ആദ്യമായിട്ട് ഈ നാട്ടിൽ കാലുകുത്തുന്ന എന്റെ കല്യാണത്തിനാ. എന്റെ ഭാര്യ പരിചയപ്പെടാം, വാ. അല്ല കൃഷ്ണൻകുട്ടി, ഞാൻ അല്ല ഉണ്ണി ഉണ്ടട്ടെ വരുന്നുള്ളൂ. നീ വാ, എന്റെ കൂടെ വാ. ഉണ്ണട്ടെ. ഇതെന്റെ ഭാര്യ. ആഗ്രഹിച്ച് മോഹിച്ചും കാത്തിരുന്ന് കെട്ടിയതാ. ഇതല്ല, ഇത് അമ്മ. മാറിയടാ. ഇതെന്റെ ഭാര്യ. ഇത് ഉണ്ണി, എന്റെ കുളിക്കാട്ടുകാരനാ, കളിക്കൂട്ടുകാരനാ. സിനിമയിലാണ് ജോലി. സിനിമയിലാ. ക്യാമറമാനാണ്. എന്നെ സിനിമയിലേക്ക് എടുക്കാനുള്ള പരിപാടിയാ. ഒക്കെ എന്റെ ഭാര്യയുടെ ഭാഗ്യം പോലെ. അയ്യേ, നിങ്ങളുടെ ഒന്ന് കല്യാണമല്ലോ. അയ്യോ അയ്യോ. നമ്മളിൽ ആരാച്ചാ ഞാൻ? അത് കുളിച്ചതിന് ശേഷം കണ്ടുപിടിക്കാം ഉണ്ണി. ഷർട്ടയില് മുട്ടല്ലേ? ഉണ്ണി, ഓർമ്മയുണ്ടോന്ന് നോക്ക്. ഇതാ നമ്മുടെ വീട്. ഇത് പൊളിക്കാൻ കുറെ സമയം എടുക്കും. എന്റെ ഈശോയെ. ആരാ? മാഷ്. മാഷ് നാഗപട്ടണം പോയിരിക്ക. എടി, ഇത് ജാനാടി. അപ്പൊ ഇതൊക്കെ ആരാ? ഇത് അച്ഛൻ. ഇത് ഭാസ്കരൻ, ഗുണ്ട ഭാസ്കരൻ. ഓ, എനിക്കങ്ങനെയൊന്നുമില്ല. അപ്പൊ ഇതാരാ? ഇതാണ് നിന്റെ മോൻ ഉണ്ണികൃഷ്ണൻ. എന്റെ മോനെ. മോനെ, മോനെ, ഇതാ നിന്റെ അമ്മ. അമ്മ. അയ്യോ, അയ്യോ, എന്താ ഇത്? ദേവികമ്മേ, ഉണ്ണിക്ക് ലേശം സുഖമില്ലായ്മ ഉണ്ട്. അയ്യോ, മതി. അയ്യേ, എന്താ ഉണ്ണി ഇത്? ഒരു തീർപ്പിക്കല്ലേ. ഒന്ന് അടങ്ങിയിരിക്കേ.
അമ്മേ ദേ ഞാൻ പെണ്ണായി ദേ ഇതില് കണ്ട ദേ നോക്കി. എന്താ മോനെ ഇത്? ഇതാരാ വന്നിരിക്കുന്ന നോക്കിയേ. ആരാ? നിനക്ക് അമ്മൂനെ ഓർമ്മയില്ലേ? ചെറുപ്പത്തിൽ നീ ഇവളെ അമ്മിക്കുട്ടിന്നാ വിളിച്ചിരുന്നതേ. ആ അമ്പിക്കുട്ടി. അത് ചെറുപ്പത്തിലേ ഉള്ള വിളിയല്ലേ, ഇനി നീ അവളെ അങ്ങനെ വിളിക്കണ്ട. എന്നാ ആട്ടുകല്ലേന്ന് വിളിക്കാം. ആട്ടുകല്ലേ. ഉണ്ണി, അവനൊന്നും കൃത്യമായിട്ട് ഓർമ്മയില്ല മോളെ. പാവം അമ്മ എപ്പോഴും ഇങ്ങനെയാ, ഒന്നും ഓർമ്മയില്ല. ഉണ്ണി, ഞങ്ങളെയൊക്കെ ഓർമ്മയുണ്ടോ നിനക്ക്? അമ്മൂന്റെ അമ്മയാടാ. ആ അമ്മൂടെ അമ്മ, അമ്മൂമ്മ. കണ്ടോ, അവൻ എന്നെ ഓർത്തല്ലോ. ആരത്? മുത്തശ്ശി. ആ മുത്തശ്ശി. കുട്ടി ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? വായിൽ പല്ലൊന്നും മുളച്ചില്ല. ഞാൻ പറയാറില്ലേ, എന്റെ ചർമ്മം കണ്ട പ്രായം തോന്നില്ലാന്ന്. പട്ടണ മോനെ, പണിക്കരമാവിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? എന്റെ അച്ഛനിപ്പോ എവിടെ ഉണ്ടെന്ന് അറിയാം ഉണ്ണേട്ടന്? ഞാൻ കാഞ്ഞങ്ങാട് എസ് ഐ ആയിരുന്നപ്പോ ഇയാള് കോത്താഴത്ത് കോൺസ്റ്റബിൾ. ഇയാള് കോത്താഴത്ത് കോൺസ്റ്റബിൾ ആയപ്പോ ഞാൻ കാഞ്ഞങ്ങാട് എസ് ഐ. ഇയാൾക്ക് എന്താ തലയ്ക്ക് വട്ടുണ്ടാ? ഉണ്ടോ? ദേ നിക്കണ അയാള്. കണ്ടാ കണ്ടാ? കണ്ടാടി? കുറച്ച് കഴിഞ്ഞപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. നൊസ. വയസ്സാം കാലത്ത് മാഷിനെ നോക്കാൻ ഒരാളായല്ലോ എന്ന് കരുതിയതാ. സാരമില്ല, മാഷിനെ നോക്കാൻ ഒരാളായല്ലോ. അല്ലേലും വീട്ടിലൊരു വട്ടൻ സ്വന്തമായിട്ടുണ്ടെങ്കിൽ അത് ബഹുരസാ. സമയം പോണത് അറിയില്ലല്ലോ. അതെ, മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ ഈ ചിരിയുണ്ടല്ലോ, അത്ര നല്ലതല്ല കേട്ടോ.